ഹലോ ഗൈസ്, ഗൗരിശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധാമണി തങ്കച്ചിയും ശേഖരേട്ടനോട് കമലേനെ ഹാളിൽ നിർത്തി പൊരിക്കുകയാണ്. നിൻ്റെ സ്വഭാവത്തിന് എന്തോ മാറ്റമൊക്കെ വന്നല്ലോ ഓടി കമലയെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ടുകൊണ്ട് വരുന്ന ഗംഗയ്ക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഗംഗ പറയുന്നുണ്ട്, സ്ത്രീകൾ ആരുടെ അടിയിൽ നിൽക്കേണ്ട ആൾക്കാരല്ല, അവർക്ക് അവരുടേതായ റൈറ്റ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് രാധാമണി തങ്കച്ചി വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല മോളെ, ശേഖരൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതാണ് നമ്മുടെ കമലയ്ക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ശേഖരേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ തോളിൽ നല്ല വേദന, നീ ഇങ്ങോട്ട് വന്ന് എൻ്റെ തോളൊക്കെ ഒന്ന് തിരുമ്മി തന്നേടി കമലയെന്ന് പറഞ്ഞ് കമലേനെ ഇങ്ങനെ കളയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കമല ചെന്ന് തോള് തിരുമ്പുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം ഗംഗയ്ക്ക് രാധാമണി തങ്കച്ചിയുടെയും ശേഖരേട്ടനെ പെരുമാറ്റമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കമല നമ്മുടെ ശേഖരേട്ടൻ്റെ കഴുത്തിലൊരു കത്തി വെച്ചേക്കുവാണ്. എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. നമ്മുടെ കമലയടത്തി മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുകയാണ്. ശേഖരൻ കൊന്നുകളഞ്ഞ അവരുടെ 5 കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തും ആ കുഞ്ഞുങ്ങളെ കരച്ചിൽ കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് ആകെ കൂടെ പുള്ളിക്കാരിയുടെ സമനില തന്നെ തെറ്റിയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഗൗരി വന്ന് പയ്യെ നൈസായിട്ട് കമലയടത്തിനെ അവിടുന്ന് പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ഗൗരിയെക്കുറിച്ച് ഓർത്തും ഗൗരിയോടുള്ള സ്നേഹം കൊണ്ടും കമല ഗൗരിയോടുകൂടെ മുറിയിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ പോകുന്നതിന് മുമ്പ് നമ്മുടെ കമലയടത്തി ഹാളിൽ നിന്ന് ശേഖരേട്ടനോയും രാധാമണി തങ്കച്ചിയും വെല്ലുവിളിച്ച് പറയുകയാണ്, ഈ കത്തിയിൽ നിങ്ങളുടെ ചോര ഞാൻ പതിപ്പിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ കൂടെ ദേഷ്യപ്പെട്ടാണ് പോകുന്നത്. ഇതൊക്കെ കണ്ട് ശങ്കറും ബാക്കി ആ വീട്ടിലുള്ള എല്ലാവരും അതിശയപ്പെട്ട് പോവുകയാണ്. എല്ലാവരും പേടിച്ച് വിറച്ച് തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് മുറി ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ കമലയടത്തി പറയുകയാണ്, എൻ്റെ 5 കുഞ്ഞുങ്ങളും എവിടെയോ ഉണ്ട്, എനിക്ക് അവരുടെ കരച്ചിൽ കേൾക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഭ്രാന്തമായിട്ട് മുറിയിലൊക്കെ തപ്പുന്നുണ്ട്. പക്ഷേ ഒന്നും കാണുന്നില്ല. എന്നിട്ട് ഗൗരിയോട് വന്ന് ഗൗരി ഇതെല്ലാം കണ്ട് സങ്കടപ്പെട്ട് കണ്ടിട്ട് പറയുകയാണ്, നീ എന്തിനാ വിഷമിക്കുന്നേ, ശങ്കർ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ, ശങ്കർ പാവാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി ശേഖരേട്ടൻ കൊന്നു കളഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഓർത്ത് ആ കൂടെ അങ്ങ് വിഷമിക്കുകയാണ്. പുള്ളിക്കാരി മാനസികമായിട്ട് അകത്ത് കൂടെ തളർന്നു പോവുകയാണ്. ഇതെല്ലാം കൊണ്ട് ഗൗരി എന്ത് ചെയ്യണമെന്നറിയാണ്ട് അവിടെ നിൽക്കുകയാണ്. ഗൗരി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കമലയടത്തേക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല. എന്നിട്ട് കമലയടത്തി ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി ആകെ കൂടി ഭ്രാന്തമായിട്ട് നിലവിളിച്ചുകൊണ്ട് ആ മുറിയിലിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രൊഫസറിൻ്റെ വീടാണ്. നമ്മുടെ വേണി ആദർശിനോട് സംസാരിക്കുകയാണ്. പുള്ളി ഫുഡൊന്നും കഴിക്കുന്നില്ല. ആദർശിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പയ്യെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ നേരത്ത് ആദർശ് പറയുന്നുണ്ട്, വേണി നീ എനിക്ക് വേണ്ടി ലൈഫ് കളയരുത്, ഇനി ഒരു പെണ്ണിന് വേണ്ട, ഒരു സ്ത്രീക്ക് വേണ്ട ഒരു സുഖമോ ഒരു നല്ലൊരു ജീവിതമോ ഒന്നും തന്നെ എനിക്ക് നിനക്ക് തരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേണി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, പക്ഷേ എനിക്ക് നിങ്ങളെ പ്രാണനാണ്, എനിക്ക് ഇങ്ങനെ ഒരു നല്ല ലൈഫ് ഇനി ഉണ്ടാവില്ലായിരിക്കും, ഒരു സ്ത്രീക്ക് വേണ്ടതായ ഒരു ലൈഫ് എനിക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അതിൽ കൂടുതൽ നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ പ്രാണനാണെന്നൊക്കെ പറയുമ്പം ആദർശ് വേണിയുടെ ആ ഒരു മനസ്സിൻ്റെ വലിപ്പമൊക്കെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ആദർശ വേണിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് വരികയാണ്, എനിക്കിതിനോടിപ്പോൾ റെസ്പെക്റ്റ് തോന്നുകയാണ്, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പെണ്ണ് നീയാണെന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ വേണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. വേണി ആദർശും അവിടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.